പുലിയുടെ മുഖമൊക്കെ വരച്ച് പെയിന്റൊക്കെ അടിച്ച് എനിക്കത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ മനുഷ്യർക്കുണ്ടാവും. ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടാവും, അതിലൊന്നും വിരോധമില്ല. എന്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഞാനത് വേറെ തരത്തിലല്ല പറഞ്ഞത്. മൈ ഒപ്പീനിയൻ. അത് വലിയ ഒരു ആ കാഴ്ച ഒരിക്കലും ഒരു കല ആസ്വദിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു നൃത്തരൂപം ആസ്വദിക്കുന്ന പോലെ എനിക്ക് പറ്റിയിട്ടില്ല. പല നാടൻ കലകളും നമ്മൾ കാണാറുണ്ട്, കാണാൻ പോകാറുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോ നമുക്കിഷ്ടമില്ലാത്തത് എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. ഇഷ്ടമില്ലാത്തതൊക്കെ പറയാനുള്ള അവകാശമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണല്ലോ. അല്ലാതെ ഇന്നതേ പറയാൻ പാടുള്ളൂ, ഇന്നതേ അല്ല, അതിന് എല്ലാവരും പറയണത് ഞാനും പറഞ്ഞോളണം എന്നുള്ള ഒരു വാശി ആർക്കും പാടില്ല. എന്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അത് ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത്ര തന്നെ അതിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. പുലിക്കളി ഞാൻ ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. പിന്നെ തുടർന്ന് കാണണമെന്ന് തോന്നിയിട്ടില്ല. മറ്റു പല കലകളും വീണ്ടും നമുക്ക് കാണണം, ആസ്വദിക്കണം എന്നൊക്കെ തോന്നാറുണ്ട്. ഇത് പ്രധാനമായിട്ടും എന്നെ അതില് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ശ്രദ്ധിക്കാൻ തക്ക തരത്തിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സംഗതി, ഭീകരമായിട്ടുള്ള ഈ വയറ് ഉള്ള ആൾക്കാരുടെ വയറിന്റെ മുകളിൽ പുലിയുടെ തലയൊക്കെ വരച്ചു വെച്ച് അത് ചലിപ്പിക്കുക എന്നുള്ളതാണ്. അത് ഒട്ടും ഒരു ആകർഷണമായിട്ടുള്ള ഒരു കലയായിട്ട് തോന്നില്ല. ഇപ്പൊ പുലി എന്ന് പറയുമ്പോൾ വളരെ ചടുലമായിട്ടുള്ള ചലനങ്ങളുള്ള ഒരു ജീവിയാണ്. അപ്പൊ അതിന്റെ കളി ഒക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. ഇത് ഏതാണ്ട് വളരെ മന്ദഗതിയിലുള്ള ആൾക്കാര്, അത് നടക്കാൻ വയ്യാത്ത പോലെ തോന്നുന്ന തരത്തിലുള്ള ആൾക്കാര്, അത് അതിന്റെ വയറ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വസ്തു, ഒരവയവം